ഗംഭീർ ആൻഡ് സഞ്ജു ഈ കോംബോ പൊളിക്കും. ഇങ്ങനെയായിരുന്നു സഞ്ജു ആരാധകരെല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ സഞ്ജു സാംസൺ ഗൗതം ഗംഭീറിന്റെ ഏകദിന സംഘത്തിൽ ഇല്ല. ഇതോടെ സഞ്ജു ആരാധകർ ഗംഭീറിനെതിരെ തിരിഞ്ഞു. പലപ്പോഴും സഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലനാകുന്നതോടെ സഞ്ജുവിന്റെ തലവര തന്നെ മാറും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സുപ്രധാന റോൾ തന്നെ സഞ്ജുവിന് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ സുപ്രധാന റോൾ പോയിട്ട് ടീമിൽ അംഗമാകാൻ പോലും സഞ്ജുവിന് സാധിച്ചില്ല. ഇതോടെയാണ് അന്ന് വരെ ഗംഭീറിനെ വാഴ്ത്തിപ്പാടിയ സഞ്ജു ആരാധകർ, പ്രത്യേകിച്ചും മലയാളികൾ, ഇപ്പോൾ ഗംഭീറിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതോടെ ഗംഭീർ പണ്ട് സഞ്ജുവിനെ വാഴ്ത്തിപ്പാടിയ വീഡിയോയും വീണ്ടും ആരാധകർ കുത്തിപ്പൊക്കുകയാണ്. സഞ്ജു എന്ന ബാറ്റിംഗ് പ്രതിഭയെക്കുറിച്ച് ഗൗതം ഗംഭീർ മുമ്പ് ഇന്റർവ്യൂവിൽ നടത്തിയ പരാമർശങ്ങൾ നെറ്റിസൺ കുത്തിപ്പൊക്കിയതോടെ അത് വൈറലായി. സഞ്ജുവിനെ കളിപ്പിക്കാത്തത് ഇന്ത്യക്ക് വലിയ നഷ്ടമായിരിക്കുമെന്ന് ഗംഭീർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരെ പോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട താരമാണ് സഞ്ജുവെന്നും ലോകത്തിലെ ഒന്നാം നമ്പർ ബാറ്ററായി അദ്ദേഹം മാറുമെന്നും ഗംഭീർ പറയുന്നുണ്ട്. എന്നാൽ ഇതേ ഗംഭീർ തന്നെ പരിശീലകനായി എത്തിയപ്പോൾ അവിടെയും സഞ്ജു തഴയപ്പെട്ടു. കഴിഞ്ഞ ഡിസംബറിൽ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സഞ്ജു തകർപ്പൻ സെഞ്ചുറി നേടിയിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മാച്ച് വിന്നിംഗ് സെഞ്ചുറി ആയിരുന്നു ഇത്. എന്നിട്ടും ഇപ്പോൾ തഴയപ്പെട്ടത് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടം ഉണ്ടാവില്ലെന്ന വ്യക്തമായ സന്ദേശമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. സഞ്ജുവിനെ പോലെ രവീന്ദ്ര ജഡേജയെയും ഏകദിന ടീമിൽ പരിഗണിച്ചിട്ടില്ല. ശ്രേയസ് അയ്യരും KL രാഹുലും ഏകദിന ടീമിലുണ്ട്. അതേസമയം സഞ്ജു T20 ടീമിലുണ്ട്. എന്നാൽ ഇവിടെയും സഞ്ജുവിന് വേണ്ട പരിഗണന ലഭിക്കുമോ എന്ന സംശയമാണ്. ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് സൂര്യകുമാർ യാദവിനെ കൊണ്ടുവന്നതിലും ആരാധകർക്ക് എതിരഭിപ്രായമാണ് ഉള്ളത്. അതേസമയം വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ഉള്ളതുകൊണ്ട് സഞ്ജുവിന് കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിക്കുമോ എന്നതും സംശയമാണ്. അങ്ങനെ ആകെ മൊത്തം വീണ്ടും സഞ്ജുവിനെ തഴയുന്ന ചിത്രങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ സഞ്ജുവിനോട് ഇത് വേണ്ടായിരുന്നു എന്നാണ് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത്. 2024 IPL സീസണിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി പല ക്രിക്കറ്റ് വിദഗ്ധരും തെരഞ്ഞെടുത്തത് സഞ്ജുവിനെയാണ്. മികച്ച ഫോമിലാണ് താരം ഇപ്പോൾ. പക്ഷേ സഞ്ജുവിനെ പരിഗണിക്കുന്നില്ല. അതേസമയം ഹാർദിക് പാണ്ഡ്യയെ പിൻസീറ്റിലേക്ക് മാറ്റി സൂര്യകുമാർ യാദവിനെ T20യിൽ ഇന്ത്യയുടെ സ്ഥിരം നായകനായി പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിത നീക്കമായിരുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഹാർദിക്. രോഹിത് ശർമ്മ കളിക്കാതിരുന്ന കാലത്ത് ക്യാപ്റ്റനും. എന്നിട്ടും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും നൽകിയില്ല. യുവതാരം ശുഭ്മാൻ ഗില്ലാണ് ഇനി T20 ഏകദിന ഫോമാറ്റുകളിൽ ഇന്ത്യയുടെ ഉപനായകൻ. അങ്ങനെ ആകെ മൊത്തം ടീം സെലക്ഷനിൽ അതൃപ്തിയിലാണ് ആരാധകർ.